നമസ്തേ. ശബരിമലയിൽ ഭക്തർ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ച ലക്ഷക്കണക്കിന് രൂപ മാലിന്യത്തോടൊപ്പം കെട്ടിക്കിടന്ന് നശിച്ചിരിക്കുന്നു. ചാക്കുകണക്കിന് നോട്ടുകൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. പിണറായി സർക്കാർ ഇത് അറിഞ്ഞ മട്ടില്ല, കണ്ട ഭാവമില്ല, കേട്ടിട്ടേയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ കറൻസി നോട്ടുകളും നാണയങ്ങളുമാണ് തുരുമ്പെടുത്ത നിലയിലും ദ്രവിച്ച നിലയിലും കണ്ടെത്തിയത്. എണ്ണി തിട്ടപ്പെടുത്താത്ത നോട്ടുകളും ഭക്തർ സമർപ്പിച്ച പൂജാദ്രവ്യങ്ങളും 200-ൽ പരം ചാക്കുകളിലാക്കിയാണ് മാലിന്യത്തോടൊപ്പം തള്ളിയത്. ശ്രദ്ധിക്കുക, 200-ൽ പരം ചാക്കുകൾ. ശബരിമല ഉത്രം ഉത്സവത്തിനും മേടമാസ വിഷു പൂജകൾക്കുമായി ഏപ്രിൽ 1-ന് നട തുറന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ന് തീയതി 16, അതായത് 16 ദിവസത്തോളമായി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട്. ഇത് സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ അമ്പലത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പല രീതിയിലും നേരിട്ട് ഇടപെടലുകൾ നടത്തുന്ന ശബരിമലയിൽ ഇത്തരമൊരു ഹീനപ്രവൃത്തി നടന്നിട്ട് മുഖ്യൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അയ്യപ്പ ശരിയാകുക? മകരവിളക്ക്, കുംഭം, മീനം മാസങ്ങളിൽ ലഭിച്ച കാണിക്കയാണ് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. നട തുറന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇവ എണ്ണി തിട്ടപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. തുടർന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി ശ്രീകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു. മകരവിളക്ക് കാലം മുതൽ മേടം വരെ ഭണ്ഡാരത്തിന്റെ ചുമതല വഹിച്ച സ്പെഷ്യൽ ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരാതി നൽകി ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം നടത്താൻ ബോർഡ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? ഇത്തരമൊരു പരാതി ലഭിച്ചാൽ ദേവസ്വം വിജിലൻസിന് അത് കൈമാറണമെന്നാണ് ചട്ടം. അങ്ങനെ ഒരു നടപടിയും ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല, കേടായ നോട്ടുകൾ തിരുവനന്തപുരത്ത് എത്തിച്ച് സ്റ്റേറ്റ് ബാങ്കിന് കൈമാറാനും ബോർഡ് തയ്യാറായിട്ടില്ല. വെള്ളം വീണ് ദ്രവിച്ച നോട്ടുകളാണ് ഇവയെന്ന് വരുത്തി തീർത്ത പ്രശ്നം ഒതുക്കി തീർക്കാനാണ് ദേവസ്വം അധികൃതർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരുമാണ് ഈ സമയങ്ങളിൽ സ്പെഷ്യൽ ഓഫീസർമാരായിരുന്നത്. 6 പ്ലാസ്റ്റിക് ചാക്കുകളിലായി ഉപയോഗശൂന്യമായ കറൻസി നോട്ടുകൾ മാത്രം കെട്ടിവെച്ചിട്ടുണ്ട്. കൂടുതൽ നോട്ടുകൾ മാലിന്യത്തോടൊപ്പം കത്തിച്ചു കളഞ്ഞെന്നും സൂചനയുണ്ട്. കഷ്ടതകൾ മറക്കാൻ മല ചവിട്ടുന്ന അയ്യപ്പന്മാർ സ്വന്തം വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഒരു ഭാഗമാണ് കാണിക്കയായി ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നത്. അതിന് പുല്ലുവില നൽകിക്കൊണ്ട് ഇത്തരം ഹീനപ്രവൃത്തി ചെയ്യുന്നവരെ എന്താണ് പറയേണ്ടത്? മറ്റൊന്ന്, ലക്ഷക്കണക്കിന് രൂപ ഈ ചാക്കുകെട്ടുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ലക്ഷങ്ങൾ ദേവസ്വത്തിന് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കണക്കിലധികം വരുന്ന വരുമാനം ശബരിമലയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ? സംഭവത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ഭരണാനുകൂല സംഘടനകൾ സംരക്ഷിക്കുകയാണ് എന്ന് ഈ തണുപ്പൻ മട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇതിൽ ഉൾപ്പെട്ട ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറെ അടുത്ത വർഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാക്കാൻ നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ സംഭവത്തിൽ നടപടിയെടുത്താൽ മിനിമം ഒരു അച്ചടക്ക ലംഘനമെങ്കിലും അടിച്ചു കയ്യിൽ കൊടുക്കണം. അതൊരു പക്ഷേ ഏമാന്റെ ബുക്കിൽ ചുവന്ന വരയ്ക്ക് കാരണമാകും. ശേഷം പ്രൊമോഷനെ ബാധിക്കും. അപ്പോൾ പിന്നെ ചെയ്യാനുള്ളത് കണ്ണടയ്ക്കുക എന്നത് മാത്രമാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കാം. അത്രയും നമ്മളെ കൊണ്ട് പറ്റൂ. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ ടീമിന് ഹിന്ദുക്കളോട് മാത്രം ഇത്ര വെറുപ്പും അവജ്ഞയുമെന്നാണ് മനസ്സിലാകാത്തത്? എന്ത് സംഭവിച്ചാലും കാരണവർ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നും പറയത്തില്ല. ഹിന്ദുക്കളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന, വില കൽപ്പിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ വാ തുറക്കൂല. പിന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുക, കടക്ക് പുറത്തെന്ന് പറയുക, ഊരിപ്പിടിച്ച വാളിന്റെ കഥ പറയുക, ഇതൊക്കെ തന്നെ. എന്നാൽ മരുമോന്റെ കൂട്ടക്കാരെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് കുറ്റം. പിന്നെ വാളെടുക്കണം, പരിചയം എടുക്കണം, ന്യൂനപക്ഷ സംരക്ഷണം. ആഹാ, നിങ്ങളും നിങ്ങളുടെ ശിങ്കിടികളും ഈ കാണിച്ചു കൂട്ടുന്നതൊന്നും ശരിയല്ല രാജാ. ഹിന്ദു സമൂഹത്തിന്റെ വിയർപ്പിൽ കൈയിട്ട് വാരി അമ്പലങ്ങളുടെ ഖജനാവ് മുടിപ്പിച്ച് കാട്ടാനുള്ള തെമ്മാടിത്തരങ്ങളെല്ലാം കാട്ടി ശേഷം ഇരവാദം മുഴക്കി വന്നാൽ ഇനി ഹിന്ദു സഹോദരങ്ങൾ കേട്ടിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. പ്രതികരിക്കുക തന്നെ ചെയ്യും. നീതിയും ധർമ്മവും ന്യായവും എല്ലാവർക്കും തുല്യമാണ്. മതേതരം പറഞ്ഞ് നിങ്ങൾ പണ്ട് കുറെ കാണിച്ചു കൂട്ടി. ഹിന്ദു മണ്ടന്മാർ കണ്ണടച്ചു. പക്ഷേ ഇനി അതുണ്ടാകില്ല. പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് താങ്ങാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടാകണം. ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഭക്തരുടെ കാണിക്കയോട് കാണിച്ച ഈ ബഹുമാനമില്ലാത്ത പരിപാടി ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങളിനി എന്ത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾക്കറിയേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ. സ്വാമി ശരണം.